അവളെയാണെങ്കിൽ എനിക്ക് 5ാം ക്ലാസ് തൊട്ട് അറിയാം രേണുന്ന് പറഞ്ഞവളെ. എന്റെ വീടിന്റെ അടുത്തായിട്ടുണ്ട് താമസിക്കുന്നത്. എന്റെ വീടിന്റെ ഒക്കെ കൂടെ ഇവിടെ ഇന്നലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ഇവിടെ രണ്ടാമത്തെ കല്യാണം ഈ കൊല്ലശ്രുതി. ആദ്യത്തെ കല്യാണം വേറൊരുത്തനായിരുന്നു. അവനെ വിളിച്ചേച്ച് പോകുന്നതാ. രേണു സുധിയുടെ ആദ്യ ഭർത്താവ് ഡോക്ടറാണ്. രേണു സുധിയുടെ ആദ്യ ഭർത്താവ് പ്ലംബറാണ്. രേണു സുധിയുടെ ആദ്യ ഭർത്താവ് വെൽഡറാണ്. എന്തിന് രേണു സുധിയുടെ ആദ്യ ഭർത്താവ് പാസ്റ്റർ ആണെന്ന് പറയുന്ന തരത്തിലുള്ള വീഡിയോകൾ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു വീഡിയോ ചെയ്തുടനെ കമന്റ് ബോക്സിൽ വന്നിട്ട് നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേടാ, ആ പാവം രേണു കൊച്ചിനെ വെറുതെ വിടറാ എന്നുള്ള കമന്റ് ഒന്നും വന്നിടരുതേ. രേണു സുധിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ കാണാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ കാണാതെ പോകുക. അല്ലാതെ ഞാൻ മാത്രം രേണു സുധിയെ പറ്റിയിട്ടുള്ള ഇവിടെ ഇരുന്ന് മിണ്ടിയെന്നും പറഞ്ഞിട്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോണില്ല. എല്ലാവരും സോഷ്യൽ മീഡിയ തുറന്ന മൊത്തത്തിൽ രേണു സുധിയ. നിങ്ങളെ പോലെ തന്നെ ഞാനും ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്, എന്തിനാണ് ഈ ചേച്ചിക്ക് ഇതിനും മാത്രം ബൂസ്റ്റ് കൊടുക്കുന്നതെന്ന്. പക്ഷെ ട്രെൻഡിങ് 1 ഈ ചേച്ചി തന്നെ ആയതുകൊണ്ട് നമ്മളും വീഡിയോ ഇടുവണേ, വേറെ മാർഗമൊന്നുമില്ല. അല്ലെങ്കിൽ എന്നെ പോലുള്ള ബാക്കി ഇഷ്ടം പോലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. എല്ലാവരും വിചാരിക്കണം ഈ സ്ത്രീയെ പറ്റിയിട്ടുള്ള വീഡിയോ ഇനിയും ചെയ്യണ്ട, ഇവരുടെ ഭൂതകാലം ഒന്നും തപ്പി പിടിച്ചെടുത്തോണ്ട് വന്ന് പുറത്തിടണ്ട എന്നെല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പരിപാടി ഇവിടെ അങ്ങ് നിൽക്കും. അങ്ങനെ സംഭവിക്കട്ടെ എന്നേ ഞാനും പറയുന്നുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ രേണു സുധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോസ്റ്റ് എക്സ്ക്ലൂസീവ് വീഡിയോയിലേക്ക് അങ്ങോട്ട് പോവുകയാണ് കൂട്ടുകാരെ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ പറ്റുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. എൻ്റെ സ്ഥിരം വ്യൂവർ ആണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണ്ട, ലൈക്കൊക്കെ തരിക. വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് തരണേ. ചാനൽ കണ്ടല്ലോ, അത്യാവശ്യം ഒരാഴ്ചയായിട്ട് നല്ല ഡൗൺ ആണ് എൻ്റെ ചാനൽ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. രേണു സുധി മാത്രമൊന്നും അല്ല, അത്യാവശ്യം സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള കണ്ടന്റുകളും ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്ന് രാവിലെ അങ്ങനെ ഒരു കണ്ടന്റ് ഒക്കെ ഇട്ടേ, പക്ഷെ ആർക്കും വേണ്ട. എല്ലാവർക്കും രേണു ചേച്ചിയെ മതി. പിന്നെ ഞാൻ എന്ത് ചെയ്യും? ചെയ്തല്ലേ പറ്റൂ, അതുകൊണ്ട് ചെയ്യുക. പിന്നെ ഒരു കാര്യം ഞാൻ തുടക്കത്തിൽ തന്നെ അങ്ങ് പറയാം. കുറച്ചു മുമ്പ് ഒരു വോയിസ് ക്ലിപ്പൊക്കെ ഞാൻ കേട്ടു. രേണു ചേച്ചിയുടെ സ്കൂളിൽ എങ്ങാണ്ട് പഠിക്കുന്ന ഒരു ചേച്ചി വന്നിട്ട് രേണു ചേച്ചിയെ പറ്റി പറയുക, ചേച്ചി മുന്നേ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുകയാണ്. അപ്പൊ എനിക്കറിയാൻ പാടില്ലാത്തൊരു കാര്യം തുടക്കത്തിൽ തന്നെ അങ്ങ് ചോദിക്കാം, അവര് കല്യാണം കഴിച്ചോട്ടടേ. അവര് പ്രത്യേകിച്ച് കല്യാണം കഴിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ലല്ലോ. ഇങ്ങനെ ഞാൻ പറയാൻ തന്നെ കാരണം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീഡിയോ ഇട്ടായിരുന്നു. പക്ഷെ എന്നെ പേഴ്സണലി അറിയാവുന്ന 1-2 പേര് ചോദിച്ചു, അളിയ എന്താ അളിയ, എന്തിനാ അളിയ ഇവരെ ഇങ്ങനെ പൊക്കി വെക്കുന്നത്, ആ പെണ്ണുമ്പിള്ള എന്തെങ്കിലും കാണിച്ചു പോട്ടെ. അപ്പോഴാണ് ഞാനും ഒന്ന് ആലോചിച്ചേ, ശരിയാണല്ലോ, അവരെന്തെങ്കിലും കാണിക്കട്ടെ, എന്തെങ്കിലും കാണിക്കട്ടെ ആ സ്ത്രീ. നമ്മളെന്തിനാ ഈ ഒരു പരിധി കൂടുതൽ സമൂഹത്തിന് എന്തെങ്കിലും ദോഷം അവരുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, വന്നിരുന്ന് പച്ചയ്ക്ക് 2 തെറി പറയാം. മനസ്സിലായില്ലേ? ഇതിപ്പം അവര് മുന്നേ കല്യാണം കഴിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ പൊക്കിയെടുത്തിട്ട് സംസാരിക്കുന്നതിനകത്ത് സംസാരിക്കൂടെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, നമുക്കൊക്കെ ദാരിദ്ര്യം വരുമ്പോൾ ഇതൊക്കെ പൊക്കി എടുത്തോണ്ട് വന്ന് സംസാരിക്കും. ആ ഒരു മൂഡിൽ അങ്ങ് തട്ടിവിടാം. പക്ഷേ ഇതൊരു പരിധിയിൽ കൂടുതൽ അവരുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ഒരു സംശയം, ഇത് അവരുടെ ലൈഫിനെ ബാധിക്കുമോ എന്ന്. കാരണം ഒരു പരിധിയിൽ കൂടുതലായി ഇവരെ തന്നെയായി നമ്മൾ ഫോക്കസ് ചെയ്ത് പോകുന്നത്. ഞാൻ പിന്നെ പറഞ്ഞല്ലോ, ട്രെൻഡിങ്ങിൽ ഇവർ തന്നെയാണ്. എനിക്കറിയാൻ പാടില്ല ഇത് എന്താണെന്ന്. ഇങ്ങനെ ഒരു ചേഞ്ച് ഈ യൂട്യൂബ് ഇൻസ്റ്റഗ്രാമിനും ഒക്കെ ഇച്ചിരി ദയ കാണിച്ചൂടെ? നമ്മൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനോട് പുതിയ കണ്ടന്റുകൾ കൊണ്ടുവരാം, അതും കൂടെ ഒക്കെ അതൊന്ന് പ്രൊമോട്ട് ചെയ്യും. ഈ രേണു ചുതി എന്ത് കാര്യത്തിന്? രേണു ചുതി അല്ല, ഇപ്പൊ വേറെന്തോ പേരൊക്കെയാ, എന്താ മറ്റേ ഡോക്യുമെന്റ്സിനകത്തൊക്കെ 10ാം ക്ലാസ്സിലൊക്കെ വേറെ പേരാന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാം ഞാൻ വിശദമായിട്ട് കേൾപ്പിക്കാം കേട്ടാ നിങ്ങളെ. ആദ്യമേ രേണു സുധിയുടെ കൂടെ ചെറുപ്പം തൊട്ട് 5ാം ക്ലാസ്സിൽ അങ്ങോട്ടൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു ചേച്ചി വന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം, എന്നിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. മാമനോട് ആർക്കും പ്രത്യേകിച്ച് വൈരാഗ്യം ഒന്നും തോന്നല്ലേ, വേറെ മാർഗമില്ല. ഇത് നിങ്ങൾ കേട്ടേ പറ്റൂ, അല്ലെങ്കിൽ നിങ്ങളെ ഞാനിത് കേൾപ്പിച്ചേ പറ്റൂ. നമുക്ക് കേൾക്കാം. പ്രത്യേകിച്ച് രേണു സുധിക്ക് ഉപദ്രവം ഒന്നും ഉണ്ടാവാത്ത, അവരെന്തെങ്കിലും കാണിക്കട്ടെ. ഞാൻ ഇത്രേ വീണ്ടും പറയുന്നുള്ളൂ, അവരെന്തെങ്കിലുമൊക്കെ കാണിച്ചോട്ടെ. സമൂഹത്തിന് നിങ്ങൾ ദ്രോഹം ഉണ്ടാക്കരുത്. ഇവിടെ ഒരു ബാഡ് ഇൻഫ്ലുവൻസ് നിങ്ങൾ കാരണം ഇവിടെ വളർന്നു വരുന്ന കുട്ടികൾക്കുണ്ടാവരുത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഞാനും എടുത്തടുത്ത് അരി വറക്കും. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ കാണിച്ചൊരു പരിപാടിയുണ്ട്. ഈ രേണു സുധി സ്വന്തം ഭർത്താവിന്റെ ചരമവാർഷികത്തിന്റെ അന്ന് അലിന്തോത്ത് പെരേരെ പോലുള്ളവനെയൊക്കെ വീട്ടിൽ വിളിച്ചു വരുത്തിയത് പോട്ടെ, അത് അവരുടെ ഇഷ്ടം, അവരുടെ വീട്. ആ വീടിന്റെ ഫ്രണ്ടിൽ കിടന്ന് ആ പോങ്ങം കിടന്ന് കിഴപ്പത്തരം കാണിക്കുമ്പോഴത്തേക്ക് അതിന് കൈയടിച്ച് കൈയൊക്കെ കൊടുക്കുന്ന ഒരു രേണു സുധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെ സമൂഹത്തിൽ ബാഡായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ തെറി പറയും. മനസ്സിലായില്ലേ? പക്ഷെ ഇപ്പോൾ ഈ ഒരു കേസിൽ ഇവരുടെ ഈ പഴയകാലം എന്തിനാണ്
പിന്നൊക്കെ ഞാൻ കേട്ടു ഇവർ പല സ്ഥലങ്ങളിലും ഇവരുടെ ആദ്യത്തെ വിവാഹമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ പഴയ കാര്യങ്ങൾ അതൊന്നും അല്ല കള്ളത്തരമാണ് ഇവർ പറഞ്ഞെന്നുള്ളൊരു കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൊക്കിക്കൊണ്ട് വന്നത്. ആയിക്കോട്ടെ, ഞാൻ അവരെയും ഒന്നും പറയാനൊന്നും നിൽക്കുന്നില്ല. കാരണം അതിനകത്ത് ഒന്നും പറയാനില്ലടേ. ഈ സ്ത്രീ വന്നിട്ട് സമൂഹത്തിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കള്ളം പറയുമ്പോഴത്തേക്ക് പിന്നെ ആരാണെങ്കിലും പഴയത് പൊക്കിക്കൊണ്ട് വരും. പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ അത് പൊക്കിയെടുത്തുകൊണ്ട് വന്ന് ഒരു പരിധിയിൽ കൂടുതൽ അവരെ നമ്മൾ വധിച്ച് കീറണ്ട എന്നേ ഞാൻ പറയുന്നുള്ളൂ. കാരണം നിങ്ങൾ ഈ വോയിസ് കേക്ക്, അതിനുശേഷം ഞാൻ പറയാം. എനിക്ക് ചേച്ചി ഇവളെയാണെങ്കിൽ എനിക്ക് 5-ാം ക്ലാസ് തൊട്ട് അറിയാം രേണുന്ന് പറഞ്ഞോളെ. എന്റെ വീടിന്റെ അടുത്തായിട്ടാണ് താമസിക്കുന്നത്. എന്റെ വീടിന്റെ ഒക്കെ കൂടെ ഇവിടെ ഇന്നലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ഇവിടെ രണ്ടാമത്തെ കല്യാണം ഈ കൊല്ലശ്രുതി. ആദ്യത്തെ കല്യാണം വേറൊരുത്തനായിരുന്നു. അവനെ വിളിച്ചേച്ച് പോകുന്നതാ. ഇവിടെ ആദ്യത്തെ കല്യാണത്തിൽ ഞങ്ങളെല്ലാം പോയി ഫുഡ് കഴിച്ചതാ. ഇവള് ചുമ്മാ അവിടെ ഇവള് കള്ളത്തില പറഞ്ഞോളെ. പിന്നെ എന്റെ ആദ്യത്തെ കല്യാണമാണ്. പിന്നെ അവിടെ എയർ ഇന്ത്യയിൽ പോയിട്ടുണ്ട്. സ്റ്റാർ മാജിക് പറഞ്ഞ മുഴുവൻ ഉള്ള നോണയാണ്, മൊത്തം നോണയാണ്. അവള് എയർ ഇന്ത്യയിൽ ചുമ്മാ ഏവിയേഷൻ പഠിക്കാൻ പോയിട്ട് ആദ്യം നിർത്തിയിട്ട് വന്നതാണ്. അന്നേരം പുതിയായിട്ടൊരു ലക്ഷണമാണ്. അവളുടെ ആദ്യത്തെ കല്യാണം ഇവള് കഴിച്ചിട്ട് രണ്ടാഴ്ച കഴിച്ചൊന്നും തോന്നുന്നില്ല. അവിടെ പോയിട്ട് ഇവള് വീട്ടിലെ പണിയൊന്നും ചെയ്യാനിട്ട് അവിടെ കടക്കടച്ച് ആണി ഉപേക്ഷിച്ചിട്ട് പോകുന്നത്. അവൻ വാർത്താനത്തുള്ള ലക്ഷണമാണ് കല്യാണം കഴിച്ചത്. നാട്ടിലുള്ള ഒറ്റ മനുഷ്യർക്ക് വേണ്ടിയില്ല. ചുമ്മാ ഈ ചെറുക്കനോട് ഇവള് പറഞ്ഞ ഇവിടെ വെച്ച് ഈ ചോദ്യം മരിച്ചു എന്റെ ഞങ്ങൾ എത്തില്ല. അതിന് നിയമത്തിനാണ് കണക്കിനാക്കിയത് വേവിച്ചവളല്ലേ. എന്റെ വലിയ കള്ളത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മൊത്തം കള്ളത്തരം. ഞാനപ്പോൾ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഈ ചേച്ചി പറയുന്നതിനകത്ത് കാര്യം ഉണ്ടായിരിക്കും. അതായത് രേണു മുമ്പ് കല്യാണം കഴിച്ചിട്ടുണ്ടായിരിക്കും. രേണു ആ ഒരു ഭർത്താവിനെ ഇട്ടേച്ചും വന്നിട്ടാണ് സുധിയോടെ പോയെന്ന് പറയുന്നു. രേണു എന്തിനാണ് ആ വ്യക്തിയെ ഇട്ടേച്ചും പോന്നതെന്ന് നമുക്കറിയത്തില്ലല്ലോ. അവരുടെ വീടിനകത്ത് എന്തെങ്കിലും ആ വീട്ടിനകത്ത് ആ ഒരു 4 ചുമരിനകത്ത് ഇവരും ഇവരുടെ പഴയ ഭർത്താവ് ഉണ്ടെങ്കിൽ അയാളുമായിട്ട് എന്താണ് പ്രശ്നം നടന്നതെന്നൊന്നും നമുക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ രേണു സുധിയെ കുത്താനായിട്ട് ഞാനില്ല. പക്ഷെ രേണു സുധി പുറത്തേക്ക് ഇറങ്ങി സമൂഹത്തിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഞാൻ വേറെ മുമ്പ് കല്യാണമൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ വേണമെങ്കിൽ രേണുവിനെ 2 തെറി പറയാം. കാരണം നാട്ടുകാരെ പറ്റിക്കാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിൽ. അതല്ലാതെ അവർ മുമ്പ് നേരത്തെ കല്യാണം കഴിച്ചിട്ടുണ്ട് അത് വന്ന് ആരോടും പറഞ്ഞില്ല. അതിപ്പം അവർ വന്നിട്ട് പൊതുസമൂഹത്തിൽ പറയുന്നില്ല. അതായത് ഞാൻ മുമ്പ് കല്യാണം കഴിച്ചിട്ടുണ്ട് അങ്ങനെ പറയേണ്ട കാര്യമില്ല. പക്ഷെ അവർ വന്നിട്ട് ഞാൻ മുമ്പ് കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഈ ഒരു സാധനം, അതായത് ഇവർ കല്യാണം കഴിച്ചു എന്നുള്ള വൃത്ത പ്രൂഫ് പുറത്തേക്ക് വരികയാണെങ്കിൽ അവരെ നമുക്ക് 2 തെറി പറയാം. അതുകൊണ്ട് മാത്രം രേണുമോളെ നീ ഇപ്പം ചെയ്തത് ശരിയായില്ല, അതും ഞാൻ പറയും. ഉള്ള കാര്യം പറയണമല്ലോ. അല്ലാതെ എടുത്ത് തലേ വെക്കാനും എടുത്ത് താത്തിയിട്ട് താഴെ ഇട്ട് ചവിട്ടി തൂക്കാനും ഒന്നും ഞാനില്ല. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണം, അല്ലേ? അതല്ലേ അതിൻ്റെ ശരി. അതാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ കൂടുതലൊന്നുമില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ പഴയകാല ചരിത്രങ്ങൾ കുത്തിപ്പൊങ്ങി വരുന്നതിനകത്ത് രേണു സുധി നിങ്ങൾ വന്ന് നാട്ടുകാരെ പറ്റിക്കാൻ ശ്രമിക്കരുത്. പറ്റിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. മനസ്സിലായില്ലേ? നിങ്ങളൊന്നും പറയണ്ട. നിങ്ങൾക്ക് ഇപ്പം ജനങ്ങളോട് പറയാൻ താല്പര്യമില്ലെങ്കിൽ മിണ്ടാതെ അങ്ങ് പോവുക. പരിപാടി കഴിഞ്ഞു. അല്ലാതെ കള്ളം പറയാൻ നിൽക്കുമ്പം പണി കിട്ടും. അത് തെളിയിക്കപ്പെടും. അതിനകത്ത് തെളിയിക്കപ്പെട്ടാലും ഇതിനകത്ത് ഒരു കാര്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഈ ചേച്ചി പറയുന്ന കണക്ക് എന്താണ് ഭർത്താവിനെ ഇട്ടിട്ട് പോകുന്നു എന്നൊക്കെ പറയുന്നത് അതിന്റെ കാരണമൊന്നും നമുക്കറിയത്തില്ല. ഇനി അവന്റെ എന്തെങ്കിലും കുണം കണ്ടാണോ രേണു ഇട്ടിട്ട് വന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതും കൂടെയൊക്കെ ഉണ്ട് ഇതിനകത്ത്. അല്ലാതെ മൊത്തത്തിൽ അങ്ങ് പൊളിച്ചടുക്കി വിടണ്ട എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. എടോ, ഇനി ഈ സാധനത്തിനെ പൊക്കി എടുത്തുകൊണ്ട് നടന്നിട്ട് അല്ലെങ്കിൽ ഇവരെ തെറി പറഞ്ഞു ഒരു ലിമിറ്റില്ലേ ഇവരെ ഇങ്ങനെ പറയുന്നതിന്. അത് കഴിഞ്ഞു. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. അതിൻ്റെ ആ ലിമിറ്റ് കഴിഞ്ഞു. ഇനി ഇവരെ നമ്മൾ ബൂസ്റ്റ്, അതിപ്പം ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കാണെങ്കിൽ പോലും ഉണ്ടല്ലോ, ഭൂരിഭാഗം ആളുകൾക്കും രേണുവിനോട് ഇപ്പോൾ ഇഷ്ടം വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം അത്. കാരണം ഒരാളുടെ തെറ്റ് ഒരുപാട് ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇല്ലെങ്കിൽ അവരുടെ പറഞ്ഞ കാര്യത്തിലെ തെറ്റിൻ്റെ അതിൻ്റെ ബാക്ക് സൈഡെല്ലാം നമ്മൾ ചീന്തെടുത്ത് അതിൻ്റെ വിത്ത് പ്രൂഫ് നിങ്ങളെ കൊണ്ട് കാണിക്കുമ്പോൾ ഒരു പരിധിയിൽ കൂടുതൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കാണെങ്കിലും ദേഷ്യം വരും. ഞാൻ നിങ്ങളെ ആരെയും കുറ്റം പറയത്തില്ല. ഈ വീഡിയോ കാണുന്ന ഒരാളെ നിങ്ങൾക്ക് ലാസ്റ്റ് ഇപ്പം നമ്മളോട് എന്നെ പോലെ വീഡിയോ ചെയ്യുന്ന ആളുകളോട് ദേഷ്യം വരും. കുറച്ച് പേരോടെങ്കിലും നമുക്ക് മനസ്സിലാവും അത്. എന്ന് വെച്ചിട്ട് സത്യമല്ലാതെ ആവുന്നില്ല. അതും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇനി രേണുസുതി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ ന്യൂസ് 18 കേരളം ചാനലിനോട് കുറച്ച് കാര്യങ്ങൾ അവർ സംസാരിക്കുന്നുണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് കേട്ടെ. ഈ പേര് ഒക്കെ പറഞ്ഞിട്ടാണോ ഇപ്പൊ പുതിയ വിഷയം? അതാണോ ഈ പേര് രേണുസുതി വീട്ടിലിട്ട പേരാണ്? രേണു എന്നായിരുന്നു എന്റെ യഥാർത്ഥ പേര്. എന്റെ അമ്മയുടെ ചരിത്രമായി ഇട്ട പേരാണ് കുഞ്ഞിന്. രേണു എന്നുള്ളതാണ് എന്റെ പേര്. സ്കൂളിൽ ചേർക്കാൻ നേരത്തെ അമ്മയുടെ ഒരു വർഷം മുഴുവനും സ്കൂളിൽ വെറുതെ ഇരുന്നപ്പോ രേണു തങ്കച്ചൻ. അപ്പം എന്റെ ഒരു അമ്മയുടെ കൂട്ടുകാരി ക്ഷേമ ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചറാണ്, നമുക്ക് ഇവക്ക് രേണു എന്ന് വേണ്ട രേഷ്മ എന്നൊരു പേരിടാണ്. പക്ഷെ എനിക്ക് ആ പേര് ഇഷ്ടമില്ലായിരുന്നു. ഉള്ള കാര്യം പറയാലോ,
അപ്പൊ ആ രേഷ്മ എന്നുള്ള പേര് സ്കൂളിൽ മാത്രം രേഷ്മ തങ്കച്ചൻ സർട്ടിഫിക്കറ്റ്, പക്ഷെ എല്ലാരും എന്നെ രേണു തന്നെ. സുധിച്ചേട്ടനും ഇഷ്ടം രേഷ്മ എന്ന് പറഞ്ഞു. സുധിച്ചേട്ടൻ പകുതി കഴിഞ്ഞപ്പോഴാണ് കണ്ടത് ഇത് രജിസ്റ്റർ മാരേജ് ചെയ്ത് പറഞ്ഞു രേഷ്മയോ അതാരാ. ഞാൻ പറഞ്ഞു സുധിച്ചേട്ടൻ ഞാൻ തന്നെ. ഔട്ടെ നിന്റെ പേര് രേഷ്മ എന്നാണ്. അത് വേണ്ടടി രേണു തന്നെ മതി. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും ഇതിലൊക്കെ ഈ പേരായില്ലോ ഒഫീഷ്യലി, നമ്മൾ രേഷ്മ എന്നല്ലേ ഇടാൻ പറ്റുന്നത്, നിങ്ങൾ എന്നെ രേണു എന്ന് വിളിച്ചാൽ മതി. അപ്പൊ എല്ലാരും രേണു എന്നാണ് അറിയപ്പെടുന്നത്. രേണു സുധീൻ തന്നെയാണ് ഇപ്പോഴും ഞാൻ അറിയപ്പെടുന്നത്. പിന്നെ എവിടെയെങ്കിലും ഒരു ഒപ്പിടണമെങ്കിൽ അല്ലെ ഒഫീഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ രേഷ്മ പി അല്ലെ രേഷ്മ തങ്കച്ചൻ. രേണു സുധിയുടെ ശരിക്കുള്ള പേര് രേഷ്മ എന്നാ, അങ്ങനെ എന്തോ ആണ്. അപ്പം രേഷ്മ ചേച്ചിയാണെങ്കിലും രേണു ചേച്ചിയാണെങ്കിലും എനിക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. നിങ്ങൾക്ക് വല്ലതും സംഭവിക്കാനുണ്ടോ? ഇവിടെ നമ്മുടെ മമ്മൂട്ടി എന്ന് വെച്ചിട്ട് എൻ്റെ പൊന്നു ജനങ്ങളെ ഒരിക്കലും രേണു സുധിയെ മമ്മൂക്കയായിട്ട് കമ്പയർ ചെയ്തൊന്നും അല്ല. അങ്ങനൊന്നും ഇനി ആരും വന്ന് പറയല്ലേ പ്ലീസ്. ചിലപ്പോൾ അങ്ങനെ വന്ന് പറയുന്ന ചില ആളുകളുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം കത്തത്തില്ല. എന്നിട്ട് വന്നിട്ട് നീ പറഞ്ഞില്ലടാ, നീ കമ്പയർ ചെയ്തില്ലടാ രേണുവിനെ ഞങ്ങളുടെ മമ്മൂക്കാനെ. എടാ പറയുന്നത് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, അവരുടെ പേര് അവർക്ക് ഇഷ്ടമുള്ള അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തോട്ടെ. ഡോക്യുമെന്റ്സിനകത്ത് പേര് മാറ്റം, ശരിക്കും അവരെ വിളിക്കുന്ന പേര് വേറെ, അതിനകത്തൊന്നും പ്രത്യേകിച്ചൊന്നും കുത്തിത്തുറണ്ടെടുക്കാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാക്കി കേക്ക് ഇനി ആ മോനുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. മകൻ കിച്ചുവായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് പല അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ തരത്തിൽ ഇത് അവസാനിക്കാതെ വിവാദങ്ങൾ വരുന്നത് രേണു ഡീൽ ചെയ്യുന്ന പോലെ തന്നെയാണോ അവരും ഈ വിഷയത്തൊക്കെ ഡീൽ ചെയ്യുന്നത്? കിച്ചുവിനെ സംബന്ധിച്ചാണ് 20 വയസ്സുള്ള കുട്ടിയാണ്. അവൻ ഇതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. അവനെ സംബന്ധിക്കുന്ന കാര്യമേ അല്ല ഇതൊന്നും. അവനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. അവൻ ഇന്നീ നിമിഷം വരെ അമ്മ എന്താണ് അമ്മ ഇങ്ങനെ വന്നത് ഇന്ന് വരെ ഞാൻ എന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞാലേ അവൻ ശരി, അല്ലാതെ ഇതൊന്നും അവരെ ബാധിക്കുന്ന കാര്യമല്ല. രേണു സുധി അത് മാത്രം എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ ഒരു മടി. അത് വേറൊന്നും കൊണ്ടല്ല, സ്വന്തം അമ്മയെ പറ്റി, സ്വന്തം അല്ലെങ്കിലും സ്വന്തം അച്ഛൻ്റെ 2ാം ഭാര്യയാണല്ലോ. അപ്പം അവരെ പറ്റി സോഷ്യൽ മീഡിയ മൊത്തം ചർച്ചയാവുന്നു. നാട്ടുകാർ മോശം പറയുന്നു, സോഷ്യൽ മീഡിയയിൽ മോശം പറയുന്നു. സ്വന്തം അച്ഛൻ്റെ അതായത് ആ പയ്യൻ്റെ അച്ഛൻ്റെ ഒരു ചരമവാർഷികത്തിന് അമ്മയുടെ കൂടെ അഭിനയിച്ച അലിൻഡോസ് പെരേറെ പോലെ ഒരുത്തനെ വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് ആ വീടിൻ്റെ ഫ്രണ്ടിൽ ഈ തോന്നിവാസം, ഈ ഡാൻസ് കളിച്ച് ഒന്ന് ആലോചിച്ചത് നിങ്ങൾ. ഇങ്ങനെയുള്ള പരിപാടി, ഇതിനോടൊന്നും ഞാൻ നേരത്തെ പറഞ്ഞ് യോജിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കാണുമ്പോഴത്തേക്ക് ആ പയ്യനാവുന്ന ഒരു വിഷയമല്ലേ? അല്ല, എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. അത് നീ പറയുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല. ഇല്ലെങ്കിൽ നിന്റെ കാട്ടായങ്ങൾ ഒരിക്കലും അവനൊരു പ്രശ്നം, അവൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ അവനെ ടീസ് ചെയ്യില്ലേ, അതായത് കളിയാക്കത്തില്ലേ? അപ്പൊ അതൊന്നും അവനൊരു പ്രശ്നമല്ല എന്നാണോ നീ പറയുന്നത്? അതോ ഇനി ആ പ്രശ്നങ്ങൾ അവൻ അകത്ത് ഒളിപ്പിച്ച് വെക്കുകയാണോ, പുറത്തൊന്നും പറയാത്തതാണോ? ഒരു സംശയം, ഒരു ചെറിയ സംശയമാണ്. അതെ, കാരണം ബാക്കി കേക്ക്. സൂചിച്ചാന്റെ വീട്ടുകാർ ഒരു കമന്റ് കണ്ട് സൂചിച്ചാന്റെ വീട്ടുകാർ എന്നോട് എതിർപ്പാണ്. ഒരു എതിർപ്പില്ല. ഞങ്ങൾ ഇന്നും കൂടെ വീഡിയോ കോൾ ചെയ്ത് അവിടെയും ചടങ്ങ് നടക്കുവാണ്. അവരുടെ ചടങ്ങും ഞാൻ എന്റെ ചടങ്ങും ഇവിടുത്തെ ഇതും കാണിച്ചു കൊടുത്ത് ഇടത്തിയാണേലും രേണു ഞങ്ങൾക്ക് ജോലി തിരക്കാനുണ്ട്, ഞങ്ങൾ കുഞ്ഞിനെ കാണാൻ വരും കേട്ടോ, ഞങ്ങൾ എന്നും വിളിക്കും, എന്നും മെസ്സേജ് അയക്കും, എന്നും വിളിക്കത്തില്ല വല്ലപ്പോഴും, അതായത് നമുക്ക് എന്നും വിളിക്കാൻ പറ്റത്തില്ല, അവരും ജോലിക്കാരാണ്. കിച്ചുവിനെ എന്നും വിളിക്കും, സംസാരിക്കാറുണ്ട്, അവന്റെ ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാറുണ്ട്, എനിക്ക് പറ്റുന്ന പോലെ ഞാൻ കൊടുക്കാറുണ്ട്, അത് അവനും അറിയാം. അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന നെഗറ്റീവ് കമന്റ്സുകളൊക്കെ നിന്നെ സൂചിച്ചാണ്ട് വിട്ടവർ കാണത്തില്ലടി. ഇവർക്ക് എന്തറിയാൻ എനിക്കറിയില്ല എന്താണ് ഇവരുടെ മനസ്സിലെ ഓരോ ചിന്തകളാണ്. മഞ്ഞപ്പിത്തം ബാധിച്ചവർക്ക് മഞ്ഞയായിട്ടേ തോന്നത്തുള്ളൂ എന്ന് പറയുന്ന പോലെ അവരുടെ ഉള്ളിലെ ആ ഒരു സാധനമാണ് അവർ ഈ കയ്യിൽ ടൈപ്പ് ചെയ്യുന്നതാണ് എന്റെ ഒരു തോന്നൽ. ഓക്കെ, രേണു സുധിയപ്പ പറയുന്നത് മഞ്ഞപ്പിത്തം ബാധിച്ചവർക്കെല്ലാം മഞ്ഞയായിട്ട് തോന്നും. ശരിയാണ്, രേണു പറഞ്ഞത് ശരിയാണ്, ഞാൻ അല്ലാതൊന്നും പറയുന്നില്ല. രേണു ആൾക്കാരുടെ കമന്റുകൾ, മോശമായിട്ടുള്ള കമന്റുകൾ, ഇതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ നിങ്ങളുടെ കൂടെ പഠിച്ചു എന്ന് പറയുന്ന ആ സ്ത്രീ വന്നിട്ട് പറയുന്നു നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ ഇട്ടിട്ട് പോകുന്നു. ഞാനൊന്നും ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാരണം അപ്പുറത്തെ വീട്ടിലൊരു ചേച്ചി പറഞ്ഞെന്ന് പറഞ്ഞ് എല്ലാം അങ്ങ് വിശ്വസിക്കണമെന്നുണ്ടോ? ഇല്ല. അതിനകത്ത് എന്തെങ്കിലും കഴമ്പുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് കേൾക്കാം. ഇട്ടിട്ട് പോയിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇട്ടിട്ട് പോകാനുള്ള കാരണം വേറെ എന്തെങ്കിലും ആണോ, ഞാനത് ചോദിക്കും. മനസ്സിലായില്ലേ? പക്ഷേ ഇവിടെ വേറൊരു കാര്യം എനിക്ക് പറയേണ്ടത്, രേണു ഞാൻ വീണ്ടും പറയുന്നു, കഴിഞ്ഞ ദിവസം നീ കാണിച്ച കാര്യം, അതൊക്കെ കണ്ടിട്ട് നമ്മൾ നിന്നെ വിമർശിക്കുമ്പോഴത്തേക്ക് അത് നമ്മുടെ കണ്ണിൻ്റെ കുഴപ്പമാണെന്ന് പറയുന്നതാണ് നിന്റെ കുഴപ്പം. ഞാൻ അങ്ങനെ പറയുള്ളൂ. അതിനെയൊക്കെ ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഈ കമന്റ് ബോക്സിലാണെങ്കിലും ഈ വീഡിയോയുടെ കമന്റ് ബോക്സിലാണെങ്കിലും ആ പരിപാടി ഒന്നും സപ്പോർട്ട് ചെയ്ത് ഒരാളും ഇങ്ങോട്ട് വരരുത്. എനിക്കപ്പം അങ്ങനെ വരുന്നവരോട് എനിക്ക് ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ. കമന്റ് ഞാൻ റിപ്ലൈ ചെയ്ത് ചോദിക്കാനൊന്നും വരുന്നില്ല. ഇവിടെ വെച്ച് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഏറ്റവും അടുത്തൊരാൾ മരിച്ചു കിടന്നു, അതെല്ലാം കഴിഞ്ഞു, മരണമെല്ലാം കഴിഞ്ഞു, ചരമവാർഷികത്തിന് നിങ്ങൾ ഈ അലിൻഡോസ് പെരേനെ പോലെ ഒരുത്തരെ കൊണ്ടുവന്നിട്ട് വീടിന്റെ ഫ്രണ്ടിൽ ഡാൻസ് കളിപ്പിക്കുമോ? എന്ത് കാരണത്തിന്റെ പേരിലാണ് ഈ കൊണ്ടുവന്ന് ഡാൻസ് കളിപ്പിക്കുമോ? അല്ല, എനിക്ക് അറിയാൻ പാടില്ല. അങ്ങനെ ചെയ്യിക്കുന്നവർ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ വന്ന് തന്നെ തെറി പറഞ്ഞു. ഓക്കെ, അത്രയും ഞാൻ പറയുന്നുള്ളൂ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് രേണുവിനെയും ഒരു പരിധിയിൽ കൂടുതൽ അതിനെയും വേണ്ട. കാരണം ഒരു പരിധിയിൽ
കുറേയായി. ഇനി നമ്മൾ അവരുടെ എന്തൊക്കെ നമ്മൾ നെഗറ്റീവ് ചൂടെടുത്ത് കണ്ടുപിടിച്ച് പറഞ്ഞാലും അത് അവർക്ക് പോസിറ്റീവായിട്ട് മാറുകയുള്ളൂ. അങ്ങനെ ആ സ്ത്രീക്ക് ഇതുപോലുള്ള പരിപാടികൾ കാണിച്ച ഒരാൾക്ക് പോസിറ്റീവായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. വീഡിയോ കാണുന്ന നിങ്ങൾ എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്, പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക.